പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ചൊവ്വാഴ്ച പ്രത്യേകിച്ച് ഇന്നലെ ധാരാളം സമയം പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയിട്ട്. കാരണം ഞായറാഴ്ച വലിയൊരു അഭിഷേകമാണ് കർത്താവ് ഏങ്ങണ്ടിയൂർ ഇടവകയിൽ നൽകിയത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ, ഏങ്ങണ്ടിയൂർ ഇടവക അച്ഛനെ അതിശക്തമായ വിധത്തിൽ ആത്മീയമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അച്ഛന് വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ആത്മീയ പരിപാലനം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛൻ്റെ കൂടെ ശരിക്കും കൈക്കാരന്മാർ, അതുപോലെ സ്കൂളിൻ്റെ സഹായിക്കുന്ന ടീമംഗങ്ങൾ, അവരുടെ കമ്മിറ്റികൾ, അവരെല്ലാം ശരിക്കും അച്ഛൻ്റെ പുറകിൽ അതിശക്തമായിരിക്കുകയാണ്. ദേവാലയ ശുശ്രൂഷി, കണക്ക്, പിന്നെ കാറ്റഗിസം ടീച്ചേഴ്സ്, ഇവരൊരു സൈന്യം പോലെ, യൂണിറ്റ് പ്രസിഡന്റുമാർ, ഇവരൊക്കെ ഒരു സൈന്യം പോലെ നമ്മുടെ പുറകിൽ നിൽക്കുന്നത് കൊണ്ടാണ് അച്ഛനിങ്ങനെ ശുശ്രൂഷകൾക്ക് പോകാൻ പറ്റുന്നതിനുള്ള പ്രാർത്ഥനയിലൊക്കെ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം. പ്രത്യേകിച്ച് പലരും പറഞ്ഞു, അച്ഛന് ശരിക്കും ഇങ്ങനെ ശുശ്രൂഷയുടെ ഒരു വിളി ഉണ്ട്. അച്ഛന് ശരിക്കും ശുശ്രൂഷയായിട്ടൊന്നും ബന്ധപ്പെട്ടവരല്ല പറയണത്, അവർ മറ്റു പല ജോലിക്കാരൊക്കെയാണ്. പക്ഷെ അവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അച്ഛന് ശരിക്കും ഇങ്ങനെ ഒരു വിളി ഉണ്ടെന്നുള്ളത് പറഞ്ഞത് വലിയൊരു ഒരു 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 കാരണം ഒരു ദൈവ ശുശ്രൂഷയ്ക്കുള്ള വിളി ഉണ്ടെന്ന് അവർ ഈ ഒരു കാലഘട്ടത്തിൽ വൈദികരൊക്കെ നോക്കി ഇങ്ങനെ പറയുന്നതൊക്കെ അപൂർവമാണ്. അച്ഛൻ നല്ലൊരു പ്രൊഫസറാണ്, അച്ഛൻ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്, അങ്ങനെയൊക്കെയാണ് സാധാരണ പറയാം. ഒരു ദൈവ ശുശ്രൂഷകനാണ് എന്ന് പലരും അച്ഛനോട് പറഞ്ഞത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സുഭാഷിതം 1:10. അവിടെ വചനം വെളിപ്പെടുത്താണ്, മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത്. പാപികളുടെ പ്രലോഭനത്തിന് അത് പല രീതിയിലായിരിക്കും പ്രിയ സഹോദരങ്ങളെ വരിക. ഒരുപക്ഷെ മദ്യത്തിൻ്റെ രൂപത്തിൽ, ജഡത്തിൻ്റെ രൂപത്തിൽ, നിരാശയുടെ രൂപത്തിൽ, അങ്ങനെ പല രീതിയിൽ ഈ സ്പിരിറ്റ് നമ്മെ ചിലപ്പോൾ നമ്മൾ കൂട്ടം കൂടി വരുമ്പോൾ ഒരു എതിർപ്പിൻ്റെ ഒരു സ്പിരിറ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ കൂടി എതിർക്കും, നമ്മുടെ അധികാരികളെയും മറ്റൊക്കെ എതിർക്കും. അതാണ് ശരിക്കും ഏത് രീതിയിലാണ് നമുക്കത് വരണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏത് രീതിയാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും, നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് കിടക്കുന്നു, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും അത് നെഗറ്റീവാണ് വൈബ്രേഷനെങ്കിൽ ഉറപ്പിച്ചോ, അത് ഒരു പ്രലോഭനത്തിലേക്കുള്ള ഒരു 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 ചാനലാണ്. അതിലേക്ക് പോയേക്കരുത്. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പാപപ്രലോഭനങ്ങൾ മറ്റു വ്യക്തികളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നും വരുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.